ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഞാനും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-in-1 പാക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സ്കിൻ കെയർ ആയിട്ടും നമ്മുടെ ലിപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പാക്കാണ്. അപ്പം ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന കൊണ്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രേഷ്മ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേരെ. അപ്പോൾ നമ്മൾ വെച്ച് താമസിപ്പിക്കേണ്ട, നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു. അപ്പം ഞാനിതിൽ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി ഭാഗമായിട്ട് നമ്മുടെ മിക്സിക്കകത്ത് അരഞ്ഞ് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കൊടുക്കുക. എനിക്ക് അതിൻ്റെ ജ്യൂസെല്ലാം നല്ലതുപോലെ ഇങ്ങ് പോരും. അപ്പോൾ അതിൻ്റെ ജ്യൂസെല്ലാം നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആണെങ്കിൽ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. കാപ്പിപ്പൊടി അതിപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിത് കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്കിത് നന്നായിട്ടൊരു തിക്കായിട്ടുള്ള പാക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇച്ചിരി കട്ടിയിൽ കാപ്പിപ്പൊടി എടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് തേനാണ്. തേൻ നമ്മുടെ സ്കിന്നിന് ഒരുപാട് സ്മൂത്തായിട്ട് വെക്കാനും സോഫ്റ്റായിട്ട് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് തേൻ. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കാപ്പിപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഒന്നുകൂടെ കട്ടിക്ക് പാക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്ന ഫേസും പാക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഫേസ് നിങ്ങൾ നോക്കിക്കോണം. രണ്ടും രണ്ടാണ്. അപ്പോൾ നമുക്കിത് 2-in-1 പാക്കായിട്ട് തന്നെ ഉപയോഗിക്കാം. നമുക്കിത് കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാം, അല്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിന് ഒരു സ്ഥിരമായിട്ട് ചുണ്ടിലിട്ട് കൊടുക്കുക. നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പെട്ടെന്ന് സഹായിക്കുകയും ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണിത്. പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് നനച്ച് കൊടുത്തിട്ട് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ തിളക്കമുള്ള ചർമ്മം നേടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട്. ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ബീട്രൂട്ട്. അത് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകളെ നീക്കം ചെയ്യാനും ഒരുപാട് പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട്. പിന്നെ കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ കാപ്പിപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഈ കഫീൻ ചർമ്മത്തിൻ്റെ ചുളിവുകൾ നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കാപ്പിപ്പൊടി. അതേപോലെ തന്നെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിൻ്റെ ആരോഗ്യത്തെ ഒരുപാട് ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരുപാട് ആൻറ്റി ഫംഗൽ സവിശേഷതകളുള്ള ഒന്നാണ് ഈ കാപ്പിപ്പൊടി. പിന്നെ നമുക്കിത് ബീട്രൂട്ടിൻ്റെ തേൻ്റെ കാര്യം അറിയാലോ. തേൻ എപ്പോഴും നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. ഞാനിങ്ങനെ കാപ്പിപ്പൊടിയുടെ ഒരു തരി ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ രീതിയിലൊരു സ്ക്രബിങ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാടങ്ങ് ഇട്ട് വലിഞ്ഞ് മുറുക്കണ്ട, കാരണം ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ വലിഞ്ഞ് മുറുകുന്ന പുണുക്കാവും. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് കഴുകുകയോ തുടച്ച് മാറ്റുകയോ ചെയ്യാം. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു റിസൾട്ട്. സൂപ്പർ അമേസിങ് റിസൾട്ടാണ്, നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിത് എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇത് സൂപ്പർ കിടിലൻ റിസൾട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു കൂട്ടുകാരി വഴി എനിക്ക് കിട്ടിയ ഒരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഫേസിലൊന്ന് ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് ആദ്യം അങ്ങോട്ട് ചെയ്തപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായില്ല. ഇതിപ്പോൾ വീണ്ടും ചെയ്തപ്പോഴാണ് എൻ്റെ ഫേസിന് നല്ല രീതിയിൽ കളർ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയതും നമ്മുടെ ഫേസിലുണ്ടാകുന്ന കുരുവൊക്കെ വന്നതിൻ്റെ കറുത്ത പാടുകൾ മങ്ങാനും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണിത്. നമ്മളിത് ഒരാഴ്ചയിൽ ഒരു 2 വട്ടോ 3 വട്ടോ നമുക്ക് വേണമെങ്കിൽ ഡെയിലി വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇത്. ഇതിനകത്ത് മറ്റ് കെമിക്കലൊന്നും ഇല്ലല്ലോ. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ല, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനായാലും എല്ലാം വളരെ നല്ല ഒന്നാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ പറയുക. ഇതിനകത്തൊന്നും അലർജി വരുന്നതായിട്ടൊന്നും ഇതിനകത്തിലില്ല. എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള നല്ല ചേരുന്ന, സ്കിന്നിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രോബ്ലങ്ങളെല്ലാം മാറ്റാൻ കഴിയുന്ന അടിപൊളി പാക്കാണിത്. നമുക്ക് കുറച്ച് കുഞ്ഞു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിലിട്ട് കൊടുക്കാം. നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാന് എല്ലാം നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അടിപൊളി പാക്കാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്ന രീതി, അതിൻ്റെ ആ ഒരു റിസൾട്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. ആ റിസൾട്ടിനെ കുറിച്ച് എനിക്ക് പറഞ്ഞങ്ങോട്ട് അതങ്ങോട്ട് വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചെയ്ത് തന്നെ ആവണം അതിൻ്റെ റിസൾട്ട് നേരിട്ട് കാണാം. നമ്മുടെ ഫേസിൽ അങ്ങനെ ഒരു റെഡ് കളർ ഒന്നും വരുത്തതൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കറി വെക്കാൻ പോലും ആ കൂട്ടാക്കാതെ എടുത്ത് കളയുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും നല്ലൊരു പാക്ക് ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക്. ഇത് നമ്മൾ ഡെയിലി ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൻ കളർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയുക കമൻറ്റിൽ കൂടെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, താങ്ക് യു ഓൾ.